നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വി.എസിനെ കടന്നാക്രമിച്ച CPIM സെക്രട്ടേറിയറ്റ് പ്രമേയം സമാന്തര നീക്കം വച്ചുപൊറിപ്പിക്കില്ലെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. വി.എസ് ഇപ്പോഴും തിരുത്താൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധികളിൽ UDFന് വി.എസിൻ്റെ സഹായം ലഭിക്കുന്നു. വി.എസ് അഖിലേന്ത്യാ നേതൃത്വത്തെ വക്രീകരിച്ചെന്നും PBയെ വെല്ലുവിളിച്ചു എന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. വിവാദാഭിമുഖം പൊളിറ്റ് ബ്യൂറോ തള്ളിയ ശേഷവും വി.എസ് PBയെ വെല്ലുവിളിച്ചതോടെയാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടേറിയറ്റ് പ്രമേയം പരസ്യപ്പെടുത്തിയത്. വി.എസിന്റെ നിലപാടുകളെ തള്ളിയുള്ള കുറ്റപത്രമായിരുന്നു പ്രമേയം. UDF വൻ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അവരുടെ രക്ഷയ്ക്കുതകുന്ന സമീപനമാണ് വി.എസ് സ്വീകരിക്കുന്നത്. UDF പ്രതിസന്ധി നേരിടുന്ന പല ഘട്ടങ്ങളിലും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുമാറും സഖാവ് വി.എസ് പതിവ് പോലെ ഇത്തവണയും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന നേതൃത്വത്തെയും മാറ്റി നിർത്തി ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് നേതൃത്വം നൽകാനാണ് വി.എസിന്റെ ശ്രമം. അത്തരമൊരു നീക്കവും പാർട്ടി വച്ചുപൊറിപ്പിക്കില്ല. സംസ്ഥാനത്ത് ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണോ സഖാവ് വി.എസ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കവും പാർട്ടി വെച്ചുപൊറിപ്പിക്കുകയില്ല. ഇടതുമുന്നണി വികസനം വ്യക്തിപരമായ ഒരു അജണ്ടയാണെന്ന് തോന്നുമാറാണ് വി.എസ് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തും വിധം ഇടതുമുന്നണി വികസിപ്പിക്കണമെന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനമാണ്. പാർട്ടി നിലപാടിനെ വക്രീകരിക്കാനാണ് വി.എസിന്റെ ശ്രമം. കേരളത്തിലെ ചില നേതാക്കൾ തന്നെ കണ്ടതും സംസാരിച്ചതും പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതിനെക്കുറിച്ച് സഖാവ് വി.എസ് വക്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് പരസ്യമായി സ്വീകരിച്ച് കാണുന്നത്. പഴയ നേതൃത്വത്തിനെതിരെ വി.എസ് ഉയർത്തിയ നിലപാടിനെയും സെക്രട്ടേറിയറ്റ് തള്ളുന്നു. സംസ്ഥാന സെക്രട്ടറി പാർട്ടി അംഗീകരിച്ച നിലപാടാണ് പരസ്യമായി സംസാരിക്കുന്നത്. പാർട്ടി നിലപാട് വ്യക്തമാക്കുമ്പോൾ പഴയതും പുതിയതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക? വലതുപക്ഷ വ്യതിയാനം എന്ന ആരോപണം 2012 തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തള്ളിയതാണ്. ഈ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നതിന് പിന്നിൽ പാർട്ടി താൽപര്യങ്ങളല്ല. കേന്ദ്ര കമ്മിറ്റി 2012 തന്നെ തള്ളിയ ആരോപണങ്ങൾ സഖാവ് വി.എസ് ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പാർട്ടി താൽപര്യമല്ല ഉള്ളത്. തെറ്റിദ്ധരുത്താതെ വി.എസ് പഴയ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ സഖാവ് വി.എസ് തിരുത്താൻ തയ്യാറില്ലെന്ന് മാത്രമല്ല, പഴയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ നിലപാട് മാറില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങണമെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രമേയം അവസാനിക്കുന്നത്. പാർട്ടിയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പൊതുപ്രസ്താവനകൾ സഖാവ് ചെയ്യരുത്. സംസ്ഥാന കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനങ്ങൾക്ക് സഖാവ് വഴങ്ങണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KC ഉമേഷ് ബാബു എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സമാന്തര പാർട്ടി നേതൃത്വത്തിന് വി.എസ് നടത്തുന്ന ശ്രമം അത് വച്ചുപൊറിപ്പിക്കില്ല എന്ന് പ്രമേയം പറയുമ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമേയം ഇത്തരമൊരു ഭീഷണി വി.എസിന് നേരെ ഉയർത്തുന്നത്? സമാന്തര പാർട്ടി നേതൃത്വത്തിനുള്ള എന്ത് ശ്രമങ്ങൾ വി.എസ് നടത്തിയതിൻ്റെ തെളിവുകളാണ് പാർട്ടിയുടെ മുന്നിലുള്ളത്? പലയിടത്തും വി.എസ് പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പാർട്ടി ഇന്ന് പുറത്താക്കപ്പെട്ടവർ, പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ, അതിലൊക്കെ പങ്കെടുക്കാൻ അദ്ദേഹം താല്പര്യമെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പങ്കെടുക്കാമായിരിക്കാം. പക്ഷേ കുറേ നാളുകളായി അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അദ്ദേഹത്തിന് സംഘടനാ തത്വം അറിയാത്ത ആളല്ല, നന്നായി അറിയുന്ന ആളാണ്. പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കാൻ പാർട്ടി മെമ്പർമാരായാൽ മുകൾ തൊട്ട് താഴെ ബ്രാഞ്ച് വരെയുള്ളവർക്ക് ബാധ്യതയുണ്ട്. എന്നാൽ ആ തീരുമാനമെടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് വ്യത്യസ്തമായ നിലപാട് പരസ്യമായി പറയുന്നത് പാർട്ടിയുടെ സംഘടനാ തത്വമല്ല. അത് അറിയാമെന്ന ശ്രീ വി.എസ് ഇത് വീണ്ടും ആവർത്തിച്ചാവർത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വേറെ ഏതോ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പറയാനിടയില്ല. മാത്രമല്ല അതെല്ലാം സഹായിക്കുന്നത് UDFനെയാണ്,
അവരുടെ നിലപാടുകളെയാണ്. യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ പാർട്ടിയെ സംരക്ഷിക്കണം, ഈ പാർട്ടിയെ UDF ആണ്. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അതിലേക്ക് വരാം. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കം അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വിവരം എനിക്കുണ്ട്. കണിശമായിട്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിനെ ശക്തമായി നേരിടാൻ തക്ക വിധത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് പ്രമേയത്തിൽ ഒരു കോട്ടിംഗ് VS പറഞ്ഞതിനെക്കുറിച്ച് കൊടുത്ത ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന നേതൃത്വത്തെയും മാറ്റി നിർത്തി ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുമായുള്ള യോജിപ്പ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഞങ്ങൾ ആരാണ് എന്ന് ചോദിച്ച ശേഷമാണ് സമാന്തര പാർട്ടി നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കാൻ VSനെ അനുവദിക്കില്ല, വെച്ചുപറിപ്പിക്കില്ല എന്ന് പറയുന്നത്. വ്യക്തമാണ് ആ കാര്യം. ആരാണ്, എങ്ങനെയാണ് ആ സമാന്തര പാർട്ടി നേതൃത്വം? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി ശക്തിപ്പെടുത്തണമെന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനവും അതുപോലെ ദേശീയ സമ്മേളനവും തീരുമാനിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മതേതര പാർട്ടികളായ 2 പാർട്ടികൾ ദേശീയ തലത്തിലുള്ള RSPയെയും JDUവിനെയും അവർ ഈ പാർട്ടിയിലേക്ക് വരുന്നതിന് അവരുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ച ശേഷവും കേരളത്തിലെ ഘടകം ആ തീരുമാനത്തിനോടല്ല ഒപ്പമല്ല നിൽക്കുന്നത്. ഇവിടുത്തെ ഈ അഴിമതി ഭരണത്തിൻ്റെ കൂടെയാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് VS പറയുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ്. പാർട്ടി ശ്രമിക്കാതെ ഇവിടെ UDFൻ്റെ കൂടെ നിൽക്കുന്നവരെ എങ്ങനെയാണ് LDFിലേക്ക് കൊണ്ടുവരിക? അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിനെന്തെങ്കിലും ഗുണമുണ്ടോ? ഈ അഴിമതിയിൽ പങ്കുപറ്റാൻ പോയി നിൽക്കുന്നവരല്ലേ? നയപരമായ കാര്യത്തിൽ, സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ, നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ അതിലെല്ലാം അതിനെ എതിർത്ത ചാമ്പ്യന്മാരായ ആളുകൾ ആ നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്ന ഗവൺമെന്റുകളോടൊപ്പം കൃത്യമാണ് ഇന്ന് കോടിയേരി വിശദീകരിച്ചതുമാണ്. പക്ഷേ ഇവിടെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു വിശാലമായ രീതിയിൽ ഇടതുപക്ഷ പാർട്ടികളെ ഉൾപ്പെടുത്തി LDF വിപുലീകരിക്കുക, വിട്ടുപോയവരെ കൂട്ടിച്ചേർക്കുക എന്ന നയം പാർട്ടിക്കുണ്ട്. അത് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യുമെന്ന്. ഇവിടെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഘടകമൊന്നുമില്ല. അദ്ദേഹം പറയുകയാണ് അഖിലേന്ത്യാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം ജനറൽ സെക്രട്ടറിയും ഞങ്ങളും എല്ലാം ചേർന്ന് ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നു എന്ന്. അപ്പോൾ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും VS അച്യുതാനന്ദനും ചേർന്ന് ഒരു സമാന്തര പാർട്ടി നേതൃത്വം കേരളത്തിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് അനുവദിക്കില്ല എന്നാണോ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം? ജനറൽ സെക്രട്ടറി ഈ കേരളത്തിലെ ഐക്യമുന്നണി വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞു, അത് കേരള ഘടകം തീരുമാനിക്കും. ഐക്യമുന്നണി വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഏതെല്ലാം കക്ഷികളുമായിട്ടൊക്കെ സംഭാഷണം നടത്തണം, ആരൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യമൊക്കെ അഖിലേന്ത്യാ നേതൃത്വമല്ല തീരുമാനം. കേരളത്തിലെ ഘടകം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ദേശീയ പാർട്ടികൾ എന്നറിയപ്പെടുന്ന JDUവും RSPയും അവർ പറയുന്നു ഞങ്ങൾ ഇപ്പുറത്തേക്ക് വരാൻ തയ്യാറല്ല, ഞങ്ങൾ അവിടെ നിൽക്കുമെന്ന് പറയുന്നു. അത് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്താണ്. പക്ഷേ ഇവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ ഞങ്ങൾ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതില്ല, ഏത് ആളുകളെ കക്ഷിയാക്കണം, ആരെ കക്ഷിയാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം VS അച്യുതാനന്ദനില്ല എന്ന് മാത്രമല്ല, അതിന് ജനറൽ സെക്രട്ടറിയുടെ ചില അഭിപ്രായങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടതില്ല. അതാണ് സമാന്തര കേന്ദ്രമെന്ന് നമുക്ക് പ്രമേയം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതവിടെ നിൽക്കട്ടെ. UDFിൻ്റെ അച്ചാരം വാങ്ങി UDFിനെ സഹായിക്കുന്ന ഒരാളാണോ VS അച്യുതാനന്ദൻ? UDF പ്രതിസന്ധിയിൽ വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ അവർക്ക് മറികടക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് VS അച്യുതാനന്ദൻ എന്ന് പ്രമേയം പറയുന്നത് എന്തർത്ഥത്തിലാണ്? VS UDFിൻ്റെ അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തതെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല, പാർട്ടി പ്രമേയത്തിലുമില്ല. പക്ഷേ VS ഇതേപോലെ ഓരോ അവസരങ്ങളിലും എടുക്കുന്ന നിലപാട് ആരെ സഹായിക്കുന്നതാണ്? ഇപ്പോൾ UDF ഒരു പ്രചരണ ജാഥ നടത്തുന്നു. അവരെ കുറിച്ച് ഈ നാടിലാകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ്റാണ് എന്ന പ്രതീതിയാണ് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ ഇടയിലുമുള്ളത്. അവർക്ക് അവരൊക്കെ ഒന്ന് ശക്തിപ്പെടാൻ സഹായകമായി അവർ പറയുകയാണ് നിങ്ങളുടെ പാർട്ടിയുടെ അകത്ത് ആ പറച്ചിലിനൊരു അർത്ഥവുമില്ല. പാർട്ടി VS അച്യുതാനന്ദൻ മനസ്സിലാകുന്നില്ലല്ലോ. VS അച്യുതാനന്ദൻ ഞങ്ങൾ എടുക്കുന്ന നിലപാടിനോട് ശരി പറയാനല്ലേ എന്നൊക്കെ ആക്ഷേപം കൊണ്ട് വരുന്നത് ആരെ സഹായിക്കാനാണ്? അത് UDFിൻ്റെ ഒരു ആക്ഷേപമാണ് ഇവിടെ. പക്ഷേ 2013 പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരുന്നു VS അച്യുതാനന്ദൻ UDFിനെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ് എന്ന കാര്യം. പ്രതിപക്ഷ നേതാവാണെന്ന് ഓർക്കണം. അതിന് ആ കാര്യം ഇപ്പോഴും UDF 2 വർഷമാകുന്നു. 2 വർഷം കഴിയുമ്പോഴും VS
UDF-നെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന ഒരാളാണെന്നാണല്ലോ പ്രമേയം പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് VS അച്യുതാനന്ദൻ UDF-നെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നു എന്ന് പാർട്ടി വിലയിരുത്തുന്നത്, ഈ പ്രമേയം പറയുന്നത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ പ്രമേയത്തിലും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പാർട്ടിയുടെ ഒരു നിലപാടിന് വ്യത്യസ്തമായി അന്നേ പോളിംഗ് ദിവസം ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോകാൻ VS എടുത്ത തീരുമാനം ശരിയായിപ്പോയില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അന്നേരം പോയത് തെറ്റായിപ്പോയി. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പരാജയത്തിനിടയാക്കിയ ഒരു കാരണമാണെന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം മറന്നുപോയോ? ഇതേപോലെ ഓരോ സന്ദർഭവും വരുന്ന അവസരത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ നമുക്ക് സഹായകമാകുന്നില്ല, UDF-ന് സഹായമാകുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും മോശമായ ഒരു കാലാവസ്ഥയാണ് UDF-നുള്ളത്. അവരുടെ ഒരു ജാഥ നടത്താൻ പോലും അവർക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. തമ്മിലടി തീർത്തെടുക്കാൻ അവരുടെ വല്ലാതെ പാടുപെടേണ്ടി വന്നു. ജാഥ നടക്കുമോ ഇല്ലേ എന്ന് സംശയം സ്ഥിതിയായി. കോൺഗ്രസിനകത്താണെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ. പക്ഷേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ ബാർ കോഴയാണ് ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ബാർ കോഴയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് കത്ത് നൽകിയതും വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തിച്ചതും VS അച്യുതാനന്ദനാണ്. അന്ന് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണം വേണം എന്ന് വ്യക്തത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല CPI പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന്. ആ VS അച്യുതാനന്ദൻ കൊടുത്ത വിജിലൻസിന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിവെച്ച നടപടിക്രമം, ആ നടപടിക്രമങ്ങളിലാണ് UDF പ്രതിസന്ധിയിലായിരിക്കുന്നത്. അന്ന് VS അച്യുതാനന്ദൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടു, അതിനെ പാർട്ടി തടഞ്ഞു. സോളാർ സമരം അത് എങ്ങുമെത്താതെ അവസാനിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാനില്ല എന്ന് പാർട്ടി പറഞ്ഞു. അപ്പോൾ VS അച്യുതാനന്ദൻ ഒരു ഭാഗത്ത് UDF-ലെ അസംതൃപ്തരായ കക്ഷികളെ, പണ്ട് വിട്ടുപോയവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് UDF നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രായത്തിലും നിയമസഭയിൽ ഉയരുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ്. എന്നിട്ടും UDF-നെ സഹായിക്കുന്ന ഒരാൾ VS ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ അത് ബോധ്യപ്പെടുത്താൻ കഴിയും? അത് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവില്ലേ? ഇതുപോലുള്ള സന്ദർഭത്തിൽ UDF വളരെ പ്രതിസന്ധിയിലെത്തുന്ന അവസരത്തിൽ VS-ന്റെ നിലപാടെടുത്തിട്ടല്ലേ അവരിങ്ങോട്ട് ആക്രമിക്കുന്നത്. UDF എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? പാർട്ടിയുടെ നിലപാടിനോട് യോജിച്ചു നിന്നാൽ എത്രയോ ശക്തിയായി UDF-നെതിരെ ആക്രമണം നടത്താം. അദ്ദേഹം ഇങ്ങനെ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ UDF-ൽ നിൽക്കുന്ന കക്ഷികളെല്ലാം കൂട്ടുപിടിച്ച് കൊണ്ടുവരുമെന്ന് പറയും. ഏതെങ്കിലും ഒരു കക്ഷിയുണ്ടോ? JDU ഉണ്ടോ? RSP ഉണ്ടോ? അവരല്ലേ എൻ്റെ ജാഥയുടെ നേതാക്കന്മാരായി നടക്കുന്നത്. അവർക്ക് അവരുടെ ദേശീയ രാഷ്ട്രീയത്തിന് നയമല്ലല്ലോ. VS എടുത്ത നിലപാടിൻ്റെ ഫലമായി ഏത് കക്ഷിയാണ് ഇപ്പുറത്തേക്ക് വന്നത്? ഒന്നും വന്നില്ലല്ലോ. പാർട്ടി എക്കാര്യത്തിൽ ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ അകറ്റി നിർത്താനുള്ള എന്തെങ്കിലും സമീപനം എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പാർട്ടി പരസ്യമായി പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി വികസിപ്പിക്കലാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന പ്രമേയവും കേന്ദ്ര സമ്മേളനത്തിലെ പ്രമേയവും. അത് ഞങ്ങൾ നടപ്പാക്കുന്നതിന് VS അടക്കം യോജിച്ച് നിന്ന് അവർ വന്നാൽ അവരെ സ്വാഗതം ചെയ്യണം. അതേസമയം അവർ വരാൻ തയ്യാറല്ലല്ലോ. അവരപ്പുറത്ത് നിൽക്കുകയല്ലേ. അപ്പുറത്ത് നിൽക്കുന്നവരെ ഇവിടെ നമ്മൾ മുന്നണി വികസിപ്പിക്കുമെന്ന് പറയുന്നത് എങ്ങനെയാ? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇതിൽ പുറത്തുനിന്ന് നിങ്ങൾ വിതരണം ചെയ്ത ഈ പ്രമേയം വായിക്കുന്ന ഒരാൾക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഈ പ്രമേയത്തിൽ പോളിറ്റ് ബ്യൂറോ നേരത്തെ, കേന്ദ്ര കമ്മിറ്റി നേരത്തെ VS-നെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം ഇന്നിപ്പോൾ പ്രമേയത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ അത് വായിക്കുന്നുമുണ്ട്. അതിൽ പറയുന്നത് DIC-യുടെ പ്രശ്നം, അതല്ലെങ്കിൽ PDP-യുടെ പ്രശ്നം, ഈ കാര്യങ്ങളിൽ പോളിറ്റ് ബ്യൂറോ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പാക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ കേരളത്തിൽ രൂപപ്പെടുത്തുന്നത് ഒരു വലതുപക്ഷ നിലപാടോടുകൂടിയാണെന്ന VS-ന്റെ വിമർശനം പ്രസക്തിയില്ല എന്ന് പറയുമ്പോൾ ഈ DIC ബന്ധം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് DIC ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിൽ DIC ഉണ്ടായിരുന്നല്ലോ. ആ DIC ബന്ധം വേണ്ടെന്ന് വച്ചത് കേരളത്തിനകത്തും പാർട്ടി കേന്ദ്രത്തിലും VS നടത്തിയ ഫൈറ്റിനെ തുടർന്നല്ലേ? അതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മദനിയുമായി വേദി പങ്കിട്ട വിഷയം, അത് തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും തെറ്റായിപ്പോയി എന്ന് വിലയിരുത്തിയത് ഒരു ആശയസമരത്തിൻ്റെ പുറത്തല്ലേ? അപ്പോൾ VS അച്യുതാനന്ദൻ കറക്റ്റ് ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ കാണാതെ VS അച്യുതാനന്ദനെ UDF പക്ഷപാതി എന്ന് പറയുമ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇവർക്കെതിരെ ഒച്ച വയ്ക്കുന്ന ഈ 92കാരനെ കാണുന്ന ജനം അത് വിശ്വസിക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 5 പാർട്ടി കോൺഗ്രസുകൾ ചർച്ച ചെയ്ത് അതെല്ലാം ഒരു തീർപ്പായ കാര്യങ്ങൾ വീണ്ടും അത് ചർവിതചർമ്മണം നടത്തുന്നത് പാർട്ടിയെ ഗുണപ്പെടുത്താനാണോ? ഈ ഒരു പാർട്ടി സഖാവിന് തൻ്റെ പാർട്ടി ഘടകത്തിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ആ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സഹാക്കളുടെ അഭിപ്രായം വെച്ച ഒരു തീരുമാനം വന്നാൽ തൻ്റെ അഭിപ്രായം ഭൂരിപക്ഷ തീരുമാനത്തിന് വ്യത്യസ്തമാണെങ്കിൽ ആ ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കണം എന്നാണ് പാർട്ടി സംഘടനാ തത്വം. ആ തത്വം ലംഘിച്ചാൽ സാധാരണ സഹാക്കളൊക്കെ ചോദിക്കില്ലേ, ഞങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ട് നടക്കാമോ? പിന്നെ അതൊരു പാർട്ടിയാകുമോ? കോൺഗ്രസിനെ പോലെ ആകണ്ടേ? കോൺഗ്രസിലാണെങ്കിൽ ആർക്കും എന്തും പറഞ്ഞു നടക്കാം. അവർ പറയും ഞങ്ങൾ ജനാധിപത്യ ശരി. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അങ്ങനെ പാർട്ടിയുടെ അച്ചടക്കം കഴിഞ്ഞ 5 പാർട്ടി കോൺഗ്രസുകളുടെ തീരുമാനം ലംഘിച്ച, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, കേന്ദ്ര കമ്മിറ്റിയിൽ വിളിച്ചാൽ ചെല്ലാൻ കഴിയുന്ന അവസരം മാത്രമുള്ള, ഘടകമില്ലാത്ത, സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒഴിവാക്കപ്പെട്ട, അതുപോലെ UDF വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പോൾ ജൂലൈ മാസത്തിൽ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. VS എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ പ്രമേയം പൊക്കിപ്പിടിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ ചോദിക്കുകയാണ്, ഒരു കോൺഗ്രസ് MLA ചോദിക്കുകയാണ്, അയ്യോ ഇത് ഞങ്ങളെ സഹായിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറഞ്ഞ ആളാണല്ലോ, ഇയാളാണോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ MLA മാർ എന്ത് മറുപടി നൽകും? അതിന്ന് തന്നെ കോടിയേരി ഈ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് VS തുടരും. VS അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അകത്തുള്ള പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ കഴിവുകളും ഒക്കെ മാനിച്ചുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടി അച്ചടക്ക നടപടിക്ക് ഇതേപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നിർത്തിയിരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും ഈ പരിഗണന കിട്ടുമോ? പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി വെച്ചിരിക്കുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടിയും എടുക്കുന്ന തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരണമായി പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷ നേതാവിനെ ആ കമ്മിറ്റിയിൽ ഒന്നുമില്ലെങ്കിൽ പോലും VS കൊടുത്ത ഒരു പ്രത്യേക പരിഗണനയാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ. വളരെ വ്യക്തമാണ്. ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? VS വലിയ പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നു. VS UDF സഹായിക്കുന്ന നേതാവാണ്. VS തുടർച്ചയായിട്ട് പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നു. ഈ പ്രമേയത്തോട് എങ്ങനെയാണ് താങ്കൾ ഒരു സമീപനം രൂപപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, ഇത് വളരെ ആനത്തലവട്ടമൊക്കെ ബാധിക്കുന്നത് കേൾക്കുമ്പോൾ തമാശ തോന്നണം നമുക്ക്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ 2 ദിവസം മുമ്പ് കണ്ണൂരിൽ വെച്ച് നടത്തിയൊരു പ്രസംഗമുണ്ട്. അത് അച്ചടക്ക അണുവിട ലംഘിച്ചു കഴിഞ്ഞാൽ പാർട്ടി തകരും. അതിൻ്റെ ഉദാഹരണമാണ് ഗോർബച്ചേവിൻ്റെ പാർട്ടിയും സോവിയറ്റ് യൂണിയനും തകർന്നത് എന്നാണ്. പക്ഷേ എത്ര അജ്ഞതയാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ളത് എന്ന് തോന്നും അത് കേൾക്കുമ്പോൾ. കാരണം എന്താണെന്നറിയോ, സോവിയറ്റ് യൂണിയൻ തുറന്നിട്ട് 91-ലാണ്. അതിനുശേഷം സോവിയറ്റ് യൂണിയനിൽ എന്താ സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ലോകം മുഴുവൻ വലിയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന അങ്ങേയറ്റത്തെ ഏകഛത്രാധിപത്യം, സെക്രട്ടറിയുടെ ഏകഛത്രാധിപത്യം നടപ്പിലാക്കി തകർന്നൊരു പാർട്ടിയാണ് അത് എന്നാണ് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവർത്തനം ഇവിടെ നടക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തമ്മിൽ എന്തെങ്കിലും പൊരുത്തം വേണ്ടേ? VS UDF ഏജന്റ് ആണെങ്കിൽ ആ മനുഷ്യനെ പുറത്താക്കണം നിങ്ങൾ. എന്നിട്ട് പറയുന്നത് VS ഇപ്പോൾ ഏതാ കമ്മിറ്റി? VS പക്ഷേ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയെ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ ആളാണ്. നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. VS ഏത് കമ്മിറ്റിയിലിരിക്കും ചോദിച്ചാൽ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു പ്രത്യേക ക്ഷണിതാവ് മാത്രമായിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുന്നുണ്ട്. വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ ആനത്തലവട്ടത്തെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം സംബന്ധിച്ചാൽ പ്രശ്നമെല്ലാം പരിഹരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ കേരളത്തിലെ CPI-നകത്ത് ജനങ്ങൾ ഇപ്പോഴും ആദരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന, ഞാനത് വേറിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, CPM-ന്റെ അണികൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചാദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാർ CPM-ന് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴത് VS അച്യുതാനന്ദൻ എന്ന ഒരാളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ തെളിവല്ലേ ഈ പറയുന്ന ആലപ്പുഴയിലും അവിടെ ഇവിടെയൊക്കെ പല മീറ്റിങ്ങുകൾക്കും എന്തുകൊണ്ട് ആളുകൾ VS അച്യുതാനന്ദനെ വിളിച്ചു കൊണ്ടുപോകുന്നു, തങ്ങളെ വിളിക്കാതെ എന്ന് ഈ പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായി കഴിഞ്ഞ KC ഉമേഷ് ബാബു, ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ഇതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയങ്ങളും പോളിറ്റ് ബ്യൂറോ രേഖകളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം VS അച്യുതാനന്ദനെതിരെ പരസ്യമായി പിണറായി വിജയൻ അന്ന് പുറത്തുവിട്ടിരുന്നു. ആ പ്രമേയം പുറത്തുവിട്ട രീതിക്കെതിരെ, അതിലെ കുറ്റപ്പെടുത്തലുകൾക്കെതിരെ VS ഒരു കത്ത് കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു പരാതി നൽകിയിരുന്നു. സീതാറാം യെച്ചൂരി വരുന്നതോടുകൂടി ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു തോന്നലും VS അച്യുതാനന്ദന് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. കാരണം സെക്രട്ടറി മാറി, ഇനി പഴയതുപോലെയല്ല എന്ന് VS തന്നെ പരസ്യമായി പറഞ്ഞു. പക്ഷേ
അതിനുശേഷം ഇപ്പോൾ PBയുടെ ഒരു പ്രമേയം, വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രമേയം, അവൈലബിൾ PB എടുത്ത വളരെ നേർത്ത ഒരു പ്രസ്താവനയ്ക്കെതിരെ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു വലിയ പ്രമേയം, കുറ്റപ്പെടുത്തലുകളുടെ കൃത്യമായൊരു വലിയ പ്രമേയം അത് വരുന്നു. ഇനി VSന് CPIMൽ ഒരു പ്രതീക്ഷ, ഒരു തിരുത്തലുണ്ടാകുമെന്ന പ്രതീക്ഷ അത് വച്ചു പുലർത്തേണ്ടതുണ്ടോ VS അച്യുതാനന്ദൻ? അല്ല, വാസ്തവത്തിൽ VS അച്യുതാനന്ദൻ CPIMൽ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPIMന്റെ കേരള ഘടകമായിട്ട് VS അച്യുതാനന്ദൻ്റെ സംഘടനാപരമായ ബന്ധം എന്താണ്? നമുക്കും അറിഞ്ഞുകൂടാ, VSനും അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തെ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കൊണ്ടുപോയി ഇരുത്തുകയും അദ്ദേഹം പ്രസംഗിച്ചോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. VS അച്യുതാനന്ദൻ എന്നൊരു ഒറ്റ മനുഷ്യന് മാത്രമേ കേരളത്തിലെ CPIMന്റെ ഈ കൊലകൊമ്പൻ നേതാക്കന്മാരിൽ കേരളത്തിലെ ബഹുജനങ്ങൾക്കകത്ത് ആദരം നേടുന്ന തരത്തിൽ ശബ്ദം കേൾക്കണമല്ലോ. എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വം ഒരു ജനതയുടെയും ഒരു നാടിൻ്റെയും നേതാവായി തീരുക? ജനങ്ങൾ അവരുടെ ശബ്ദത്തെ പരിഗണിക്കുമ്പോഴാണ്. അങ്ങനെ പരിഗണന നേടിയിരുന്ന എത്രയോ നേതാക്കന്മാർ CPIMന് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒറ്റ ഒരാളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, VS ഇതിനകത്ത് വേണം. ഒരു സംഘടനാപരമായ ബന്ധമൊക്കെ ഇല്ലെങ്കിൽ പോലും VS CPIMന്റെ നേതാവായി തുടരണം. അതേ സമയത്ത് ഈ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം VS അല്ല എന്നും VSനെ അങ്ങനെ ഈ പാർട്ടിയുടെ നേതാവായിട്ട് ആരും പരിഗണിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ആവർത്തിച്ച് മാസങ്ങൾ ഇടപെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ വെളിപ്പെടലായിട്ട് മാത്രമേ ഞാൻ ഇന്ന് വന്ന പ്രമേയത്തെ കാണുന്നുള്ളൂ. പക്ഷേ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു UDFന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സേവനം. കാരണം ഈ പണി സ്വയം പരിഹാസ്യമാകുക, ഒരു പാർട്ടി സ്വയം തോൽപ്പിക്കുന്ന പണിയാണ്. കാരണം ഒറ്റ കാര്യം നോക്കൂ, ഒരുപാട് അഴിമതി ആരോപണം വരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ പുതുതായി വന്ന കരീമിനെതിരായിട്ട് വരുന്ന അഴിമതി ആരോപണങ്ങളുടെ പട്ടികയുണ്ട്. അതേക്കുറിച്ച് ഈ പാർട്ടിക്കൊന്നും പറയാനില്ല. ഈ പറയുന്ന UDFലെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള അഴിമതിയുണ്ട്, അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. NM പിയേഴ്സൺ, VS അച്യുതാനന്ദൻ വെല്ലുവിളിച്ചത് പോളിറ്റ് ബ്യൂറോയെയോ പാർട്ടിയെയോ അതോ ഈ പാർട്ടിയുടെ തെറ്റുകളെയോ? അല്ല, തീർച്ചയായിട്ടും ആ വെല്ലുവിളി എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാർട്ടിയുടെ തെറ്റുകളെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്, ഈ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പോൾ യെച്ചൂരിയെ പോലും അദ്ദേഹം വെല്ലുവിളിക്കാനായിട്ട് തയ്യാറാവുന്ന സാഹചര്യത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തെ നിരന്തരമായിട്ട് ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ പോലെ തന്നെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നതായിട്ടുള്ള VS അച്യുതാനന്ദന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് അതിനനുസൃതമായ പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ VSന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കാരണം ഔദ്യോഗിക നേതൃത്വം നിരന്തരമായിട്ട് VSനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ VS അതിന് വിധേയരായി നിൽക്കുന്ന ഘട്ടങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിലല്ല പുതിയൊരു രാഷ്ട്രീയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവായിട്ട് VS മാറുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇതിനകത്ത് പലപ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഇടകലർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന വളരെ വ്യക്തമാണ്. ശ്രീ NM പിയേഴ്സൺ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ 5 പാർട്ടി കോൺഗ്രസ് ആയി കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, തെറ്റുതിരുത്താൻ ശ്രമം നടത്തുന്നു. VS അച്യുതാനന്ദൻ തുടർച്ചയായി വീഴ്ച വരുത്തുന്നു എന്ന് പാർട്ടി പറയുന്നു. ഇപ്പോൾ NM പിയേഴ്സനെ പോലുള്ളവർ പോലും ചില കാര്യങ്ങളിൽ അതിനോട് യോജിക്കുന്നു. പക്ഷേ ഇതാകെ CPIMനെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളും തർക്കവും അത് ഇടതുപക്ഷ ജനസാമാന്യത്തെ നിരാശപ്പെടുത്തുന്നതിലെ എങ്ങനെ മറികടക്കും? ചുരുങ്ങിയ വാക്കുകളിൽ. ഇവിടെ ഉമേഷ് ബാബു നേരത്തെ ഒരു കാര്യം പറയുകയുണ്ടായി, VSനെ എല്ലായിടത്തും മീറ്റിങ്ങിന് വിളിക്കുന്നുവെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം ഈ പാർട്ടിയിൽ ഇപ്പോൾ നിൽക്കുന്നു, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പോയിട്ടില്ല. ആ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു നേതാവിനെ, പ്രതിപക്ഷ നേതാവിനെ ആ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ വിളിക്കുകയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതില്ലേ? ലോകത്തേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവരെ ഉൾക്കൊണ്ടുപോയ ഒരു ചരിത്രം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? VSന് അത് അറിയാവുന്നതല്ലേ? എന്തിനു വേണ്ടി VS ഇങ്ങനെ ഒരു നിലപാട് ചെയ്യുന്നത്? ഇപ്പോഴും
അദ്ദേഹം ഇനിയും ഇവിടുത്തെ ഘടകത്തിന് കീഴ്വഴങ്ങി ഘടകവുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇതേപോലെ പാർട്ടി വളരെ വ്യക്തമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രമേയം പറയുന്നത് പാർട്ടിയുടെ തെറ്റുകളെ അല്ലെങ്കിൽ എളമരം കരീമിൻ്റെ അഴിമതിയെ ഒന്നും പുറത്തു വിമർശിക്കരുത്, എല്ലാം നമുക്ക് AKG സെൻറ്ററിലെ മുറികൾക്കകത്തിരുന്ന് പരസ്പരം പറഞ്ഞു തീർക്കാം. മാത്രമല്ല ഘടകമില്ലെങ്കിലും VS ഇലയിടും, കോടിയേരിയും പിണറായിയും വിളമ്പുന്നത് ഭക്ഷിക്കാൻ. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ NM പിയേഴ്സൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.